കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധാമണി പെൺവേഷം കെട്ടി വന്നതെന്നായിരുന്നു പോലീസ് നിഗമനം. രാധാമണിയെ കണ്ടാൽ അതുപോലെ തോന്നും. പക്ഷേ രാധാമണി പെണ്ണ് തന്നെയാണ്. ആണായാലും പെണ്ണായാലും വേഷം കെട്ടി ഇതുപോലെ പൈസയ്ക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീയാണ് രാധാമണി. ഹർഷയാണല്ലോ രാധാമണിയെ ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് രാധാമണിയുടെ കള്ളത്തരം അനുപമ മുഖേന പോലീസ് പിടിച്ചപ്പോൾ ഹർഷയ്ക്ക് ഭയമായി. രാധാമണി ഇപ്പോൾ ഒളിവിലാണ്. അനുപമ ഇന്ദ്രന്റെ അച്ഛനെ ദാസാറിന്റെ വീട്ടിലെത്തിച്ചെങ്കിലും അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയില്ല. ആദ്യമൊക്കെ അച്ഛനെ കണ്ടുപിടിക്കാൻ നടന്ന ഇന്ദ്രനിപ്പോൾ അച്ഛനെ കണ്ടുപിടിക്കുകയും വേണ്ട, അമ്മ ആരാണെന്നറിയുകയും വേണ്ട. സുശീല തന്നെ അമ്മയായി മതി. സ്വന്തം അച്ഛനെയും അമ്മയെയും അറിയാൻ ആഗ്രഹിക്കാത്ത ഒരു മക്കളും ഉണ്ടാകില്ല. നേരത്തെ ഇന്ദ്രൻ അനുപമയുടെ കൂടെ അമ്മ ആരാണെന്നറിയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. സുശീലയല്ല ഇന്ദ്രനെ പ്രസവിച്ചത് എന്ന് ഇന്ദ്രൻ അറിഞ്ഞതു മുതൽ ആരാണ് സ്വന്തം അമ്മ എന്നറിയാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. അച്ഛനെ കണ്ടെത്തിയാൽ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയില്ലേ അമ്മ ആരാണെന്നും അമ്മ എവിടെയുണ്ടെന്നും. സുശീല സ്വന്തം അമ്മയല്ല എന്നറിഞ്ഞിട്ട് പോലും സ്വന്തം അമ്മയെ കണ്ടെത്താൻ അച്ഛൻ തൊട്ടടുത്തെത്തിയിട്ട് പോലും ഇന്ദ്രൻ അമ്മയാരാണെന്നറിയേണ്ട. ശേഖരനെ അനുപമ കൊണ്ടുപോയി ദാസാറിന്റെ അടുത്ത് എത്തിച്ച കാര്യം സുശീലയും ഹർഷയും അറിഞ്ഞിട്ടില്ല. രാധാമണിയെ പോലീസ് തിരയുന്നുണ്ടെന്ന് പത്രത്തിൽ കൂടി സുശീലയും ഹർഷയും അറിയുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. സുശീലയ്ക്കും ഹർഷയ്ക്കും ശേഖരനെ വേണ്ടപ്പെട്ടവർ വന്നു കൊണ്ടുപോയി എന്ന് മാത്രമേ അറിയൂ. ഈ വേണ്ടപ്പെട്ടവർ ആരാണെന്ന് മാത്രം അറിയില്ല. പത്രവാർത്ത കണ്ട് സുശീല പരുങ്ങുന്നത് കാണുന്ന സത്യൻ എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. സത്യൻ ശേഖരന്റെ വാർത്ത കണ്ടപ്പോൾ ഇയാൾ ഇവിടെ വന്ന ആളല്ലേ, ഇയാൾ കള്ളനാണെന്നാണല്ലോ അമ്മ അന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സുശീല അപ്പോഴും പരുങ്ങുന്നു. ഇന്ദ്രനോട് പറയുമ്പോൾ ഇന്ദ്രൻ പറയുന്നു അയാൾക്ക് ബന്ധുക്കളുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്, അല്ല ഇയാൾ എന്തിനാണ് നമ്മുടെ പിന്നാലെ നടക്കുന്നതെന്ന് സത്യൻ പറയുന്നുണ്ട്. സത്യന് മാത്രം ശേഖരന്റെ വരവ് എന്താണെന്നറിയണം. സ്വന്തം മകനല്ല നീ എന്ന് സുശീല പറഞ്ഞ ഇന്ദ്രൻ അതൊന്നും അറിയേണ്ട. ശേഖരൻ ആരാണെന്നും ഇനി അച്ഛനാണെങ്കിൽ അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോലും ഇന്ദ്രൻ ശ്രമിക്കുന്നില്ല. സ്വന്തം അച്ഛനാണെന്നറിഞ്ഞിട്ട് മക്കളെ സംരക്ഷിച്ചില്ല എന്നൊരു കുറ്റം മാത്രം കൊണ്ട് ഇന്ദ്രൻ ശേഖരനെ തള്ളിക്കളയുകയാണോ? ഗൾഫിൽ നേർവഴിക്ക് പോകാത്തത് കൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു ശേഖരന്. നാട്ടിലെത്തി സുശീലയെയും മക്കളെയും അന്വേഷിച്ചു നടക്കുകയായിരുന്നു. ഇന്ദ്രൻ ജോലി ചെയ്തല്ലേ ഇതുവരെ സുശീലയെയും സത്യനെയും സോനിയെയും സംരക്ഷിച്ചിരുന്നത്. ഇന്ദ്രന്റെ സംസാരം കേട്ടാൽ തോന്നും അച്ഛനില്ലാത്ത മക്കളെ സുശീലയാണ് ഇതുവരെ സംരക്ഷിച്ചിരുന്നതെന്ന്. എത്ര ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിലും വയസ്സുകാലത്ത് അച്ഛനമ്മമാരെ മക്കൾ സംരക്ഷിക്കണമെന്ന് മാത്രം ഇന്ദ്രൻ അറിയില്ല. ശേഖരൻ ഗൾഫിൽ പോയത് കുടുംബത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് സുശീല എന്തേ മനസ്സിലാക്കിയില്ല. ശേഖരൻ നല്ലവനാണെന്നൊന്നും പറയുന്നില്ല. ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയാകും ശേഖരൻ അങ്ങനെ ചെയ്തത്. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.